ഇഅ്ലമൂ, നിങ്ങൾ അറിയണേ, നിങ്ങൾ മനസ്സിലാക്കണേ മനുഷ്യവർഗമേ, അന്നല്ലാഹ അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ്. അവന്റെ ശിക്ഷ സഹിക്കാൻ കഴിയാത്തതാണ്, അതിഭയാനകമാണ്. അള്ളാഹു ആകട്ടെ അങ്ങേയറ്റം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. ഈ രണ്ട് സിഫത്തുകളും അള്ളാഹിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്നാമതായി പറഞ്ഞതെന്നാണ്, അള്ളാഹുവിന്റെ ശിക്ഷ കഠിന കഠോരമാണ്. രണ്ട് രീതിയിലാണ് അള്ളാഹു ശിക്ഷിക്കുക. ഒന്നാമത്തെ രീതി എന്താണെന്നറിയുമോ? അത് സംഹാര താണ്ഡവമാടുന്ന സർവനാശിയായ എല്ലാം നശിപ്പിക്കുന്ന, ഇനിയൊരു തിരിച്ചുവരവ് ഒരിക്കലും ഇല്ലാത്ത വിധം ഒരു ജനപദത്തെ മുഴുവനും നശിപ്പിച്ചു കളയുന്ന, ഒരു നാഗരികത മുഴുവനും നശിപ്പിച്ചു കളയുന്ന ഭയാനകമായ അദാബാണ് ഒന്നാമത്തെ അദാബ്. ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ അതിനുണ്ട്. അതിനെക്കുറിച്ച് അല്ലാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുമുണ്ട്. അല്ലാഹു പറയുകയാണ്, അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. നിങ്ങൾ വീടുകളിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ സുരക്ഷിതരാണെന്ന് വിചാരിച്ച് നിങ്ങൾ വീടുകൾക്കകത്ത് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുമ്പോ സുനാമിയായി, കൊടുങ്കാറ്റായി, വെള്ളപ്പൊക്കമായി, ഭൂമികുലുക്കമായി നിങ്ങളുടെ അടുത്തേക്ക് അല്ലാഹുവിന്റെ അദാബ് കടന്നു വരില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിന അഹ്ലുൽ ഖുറാ അയ്യതിയഹും ബഅസുനാ ദുഹൻ വഹും യൽഅബൂൻ. ക്ലബ്ബുകളിലും പബ്ബുകളിലും ഓഫീസുകളിലും മാർക്കറ്റുകളിലും കച്ചവടം ചെയ്തുകൊണ്ടും ഉല്ലസിച്ചുകൊണ്ടും കളിച്ചുകൊണ്ടും ജീവിത വ്യാപാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടും നിങ്ങൾ തിരക്കിലായിരിക്കുമ്പോ അള്ളാന്റെ അദാബ് നിങ്ങളിലേക്ക് കടന്നു വരില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? അഫഅമിനു മക്റല്ലാഹ് ഫലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. അല്ലാഹുവിന്റെ തന്ത്രത്തെക്കുറിച്ച് നിർഭയരാകുന്നവരെ, അല്ലാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയരാകുന്നവരെ, ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യവർഗത്തിൽ ആരെയെങ്കിലും ഹതഭാഗ്യരായ മനുഷ്യരെന്ന് വിളിക്കാൻ പറ്റുമെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അദാബിനെ കുറിച്ച് നിർഭയരാകുന്നവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ കുറിച്ച് നിർഭയരാകുന്നവരാണ്. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനെ കാണാൻ കഴിയും. ഒരു ജനപദം ഒരിക്കലും തിരിച്ചു വരാത്ത വിധത്തിൽ മുച്ചൂടും നശിപ്പിച്ചു കളഞ്ഞ അള്ളാഹുവിന്റെ ശിക്ഷ മനുഷ്യ ചരിത്രത്തിൽ ഒരുപാട് തവണ ആവർത്തിച്ചിട്ടുണ്ട്. 1945 ഹിരോഷിമയിലും നാഗസാക്കിയിലും അമേരിക്ക അണുബോംബ് വിട്ടപ്പോ അവിടെ ഉണ്ടായിരുന്ന 2 നഗരങ്ങൾ മുഴുവൻ നാമാവശേഷമായി പോയപ്പോ, അവിടെയുള്ള കെട്ടിടങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായപ്പോ, അവിടെ ഉണ്ടായിരുന്ന മനുഷ്യമക്കൾ മുഴുവൻ കത്തിച്ചാമ്പലായപ്പോ, അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവിവർഗം പോലും രക്ഷപ്പെടാതെ ഇനി ഒരുപാട് നാളത്തേക്ക് ജനിക്കുന്ന മനുഷ്യ കുഞ്ഞുങ്ങൾക്ക് പോലും അംഗവൈകല്യം സംഭവിക്കുന്ന നിലയിൽ അണുവികിരണം ഉണ്ടായപ്പോ, ആ അണുവികിരണം ആ നാടിന്റെ മുകളിൽ ഒരു കുട പോലെ നിവർന്നു നിന്ന് ആ നാട് മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞപ്പോ മനുഷ്യരെല്ലാം വിചാരിച്ചു പോയൊരു കാര്യമുണ്ട്. 1945 ജീവിച്ച ആളുകൾ അറിയാതെ വിചാരിച്ചു പോയൊരു സംഗതിയുണ്ട്. ഹിരോഷിമയും നാഗസാക്കിയും എന്നേക്കുമായി ലോകത്തിന്റെ ഭൂപടത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുകയാണ്. ഇനി ഒരു തിരിച്ചുവരവക്കില്ല. ഇനി ഹിരോഷിമയില്ല, ഇനി നാഗസാക്കിയില്ല, ഇനി അവക്കൊരു തിരിച്ചുവരവില്ല. ഇനി ആ പട്ടണങ്ങൾ ചരിത്രത്തിന്റെ ഇടങ്ങളിൽ ഇടം പിടിക്കുകയില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഒരു നൂറ്റാണ്ടാകുന്നതിന്റെ മുന്നേ ജപ്പാൻ എന്ന രാജ്യം അതീവ പരിശ്രമത്തിലൂടെ ഹിരോഷിമയെയും നാഗസാക്കിയെയും തിരിച്ചു കൊണ്ടുവരികയാണ്. ഇന്നവിടം ജനനിബിഡമാണ്. സ്ഥാപനങ്ങളുണ്ട്, ഹോട്ടലുകളുണ്ട്, എല്ലാ കച്ചവട സ്ഥാപനങ്ങളുമുണ്ട്, വീടുകളുണ്ട്. ജനനിബിഡമായ പട്ടണങ്ങളാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, മനുഷ്യൻ എത്ര വലിയ അക്രമങ്ങൾ നടത്തിയാലും, മനുഷ്യനാൽ എത്ര വലിയ ദുരന്തങ്ങൾ ഉണ്ടായാലും, ആ ദുരന്തത്തിന് സാക്ഷിയായ, ആ ദുരന്തത്തിന് വേദിയായ പ്രദേശം വീണ്ടും ജനനിബിഡമാകാം. അവിടെ നാഗരികതകൾ വീണ്ടും തഴച്ചു വളരാമെന്നാൽ അള്ളാഹുവിന്റെ ഇടപെടൽ ഉണ്ടായാൽ, അള്ളാഹുവിന്റെ അദാബ് ഒരു പ്രദേശത്തുണ്ടായാൽ, ആ പ്രദേശം പിന്നീട് ഒരിക്കലും നാഗരികതയ്ക്ക് സാക്ഷ്യം വഹിക്കുകയില്ല. ആ പ്രദേശം പിന്നീട് ഒരിക്കലും ജനപദങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുകയില്ല. പിന്നീടൊരു ഉദ്ധാനം ആ ജനപദത്തിന് സാധ്യമല്ല. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഒമാനിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് നശിപ്പിക്കപ്പെട്ട ആദ സമുദായത്തിന്റെ വാസസ്ഥലം നമുക്ക് കാണാൻ കഴിയും. ആദ സമുദായം നശിപ്പിക്കപ്പെട്ടത് എങ്ങനെയാണ്? സൂറത്തുൽ ഹാഖയിലൂടെ അല്ലാഹു പറയുകയാണ്, സഖറഹാ അലൈഹിം സബഅ
ليال و8 أيام حسوما فترى القوم فيها صرعا كأنهم أعجاز نخل خاوية فهل ترى لهم من باقية. ആജാനുബാഹുക്കളായ അധികായന്മാരായ ബലവാന്മാരായ പനകളെപ്പോലെ ശരീരമുള്ള ഉയർന്നു നിൽക്കുന്ന വലിയ മനുഷ്യന്മാർ അള്ളാന്റെ അദാബിനെ വെല്ലുവിളിക്കുകയാണ്, ലോകത്തിന്റെ രക്ഷിതാവിനെ വെല്ലുവിളിക്കുകയാണ്, അവരിലേക്ക് അയക്കപ്പെട്ട ഹൂദ് നബിയെ ധിക്കരിക്കുകയാണ്. അങ്ങനെ അതാ 7 രാവുകളും 8 പകലുകളും നിരന്തരമായി അടിച്ചു വീശിയ കാറ്റുകൾ അവരുടെ വീടുകൾക്കകത്തേക്ക് കടന്നു ചെന്ന് അവരെ കൊന്നുകളയുകയാണ്. ആ കാറ്റ് അവസാനിച്ചപ്പോ 8 പകലുകളും 7 രാത്രികളും അവസാനിച്ചപ്പോ ഏത് രീതിയിലായിരുന്നു ആ സിവിലൈസേഷൻ ഉണ്ടായതെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ, വെട്ടിയിടപ്പെട്ട ഈന്തപ്പനത്തടികൾ പോലെ ഒന്നനങ്ങാൻ പോലും കഴിയാതെ ആണും പെണ്ണും അടങ്ങുന്ന ആദ് സമുദായത്തിലെ ജനവിഭാഗം മുഴുവൻ മരിച്ചു കിടക്കുകയാണ്. ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, അവരിൽ വല്ല അവശേഷിപ്പും അല്ലാഹുവിന്റെ റസൂലേ താങ്കൾ കാണുന്നുണ്ടോ? ആ ചോദ്യം ഇന്നും പ്രസക്തമാണ്. റബ്ബിന്റെ ആ ചോദ്യം ഇന്നും പ്രസക്തമാണ് കൂട്ടരെ. വല്ല അവശേഷിപ്പുമുണ്ടോ അവിടെ? ഇൻഡസ് വാലി സിവിലൈസേഷന്റെ അവശേഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, മെസപ്പൊട്ടേമിയൻ സിവിലൈസേഷന്റെ അവശേഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, ഈജിപ്ഷ്യൻ നാഗരികതയുടെ അവശേഷിപ്പ് നമ്മുടെ കയ്യിലുണ്ട്, റോമാ സാമ്രാജ്യത്തിന്റെ അവശേഷിപ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്. എന്നാൽ ആദ് സമുദായത്തിന്റെ എന്ത് അവശേഷിപ്പുകളാണ് നമ്മുടെ കയ്യിലുള്ളത്? എന്ത് അവശേഷിപ്പുകളാണ് പുരാവസ്തു ഗവേഷകർക്കും ആർക്കിയോളജിസ്റ്റുകൾക്കും കിട്ടിയത്? കാലത്തിന്റെ യവനികയിലേക്ക് അള്ളാന്റെ അദാബ് എടുത്തെറിഞ്ഞ ആ മനുഷ്യർ പിന്നീട് ഒരിക്കലും ഒരു ഉദ്ധാനം ഉണ്ടായിട്ടില്ല. അവര് പിന്നീട് ഒരിക്കലും ഉയർന്നു വന്നിട്ടില്ല. ഒമാനിലെ ആ പ്രദേശം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആദ് സമുദായത്തെ മുച്ചൂടും പടച്ചറബ് നശിപ്പിച്ച ആ പ്രദേശം ഇന്നും ഒമാനിൽ നിലനിൽക്കുന്നുണ്ട്. ആ സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ആ പ്രദേശത്തൊരു നാഗരികത ഉണ്ടായിട്ടില്ല, ഒരു കെട്ടിടം പോലും ഉണ്ടായിട്ടില്ല, ഒരു വീട് പോലും ഉണ്ടായിട്ടില്ല, ഒരാളും അവിടെ താമസിക്കാൻ തയ്യാറായിട്ടില്ല. അവിടെയും അവസാനിച്ചില്ല. ജോർദാനിലേക്ക് നിങ്ങൾ പോയാൽ മദിയൻ ഗോത്രത്തെ അള്ളാഹു നശിപ്പിച്ച പ്രദേശം നിങ്ങൾക്ക് കാണാൻ കഴിയും. ശുഐബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധിക്കരിച്ച ധിക്കാരികളും അഹങ്കാരികളുമായ മദിയൻ ഗോത്രത്തിന്റെ പതനമുണ്ടായ സ്ഥലം ഇന്നും വിജനമായി കിടക്കുകയാണ്. നാഗരികതയില്ലാതെ കിടക്കുകയാണ്. പട്ടണങ്ങളില്ലാതെ, വീടുകളില്ലാതെ, സ്ഥാപനങ്ങളില്ലാതെ തരിശുഭൂമിയായി ഗതകാലത്തുണ്ടായ വലിയ അദാബിന്റെ മൂകസാക്ഷിയായിക്കൊണ്ട് ഇന്നും ആ പ്രദേശം കിടക്കുകയാണ്. അവിടെയും അവസാനിച്ചില്ല. ജോർദാനിന്റെയും ഇസ്രായേലിന്റെയും അതിർത്തിയിൽ ഒരു പ്രദേശമുണ്ട്. ആ അതിർത്തിയിൽ ആ പ്രദേശം മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രബോധനത്തിന്റെ വേദിയാണ്. അവിടെയാണ് ലൂത്ത് നബി പ്രബോധനം നടത്തിയത്. ഏറ്റവും വലിയ തിന്മയായ, നികൃഷ്ടമായ തിന്മയായ ഹോമോസെക്ഷാലിറ്റി, രതിവൈകൃതം, സ്വർഗാനുരാഗം കൊണ്ടു നടന്നൊരു ജനവിഭാഗത്തെ അള്ളാഹു നശിപ്പിച്ചത് അവിടെയാണ്. ഭക്ഷ്യയോഗ്യമായൊരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാതെ, ഭക്ഷ്യയോഗ്യമായൊരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങാതെ ഊഷര ഭൂമിയായി എല്ലാ ഭാഷകളിലും ഭരണത്തെ ധ്വനിപ്പിക്കുന്ന പേരുകളിൽ അറിയപ്പെടുന്ന കടലിന്റെ ഭാഗമായി ഇന്നും നിലനിൽക്കുകയാണ്. ചാവുകടൽ എന്നാണ് മലയാളത്തിൽ പറയുക, ഡെഡ് സീ എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. എല്ലാ ഭാഷയിലും ആ കടലിന്റെ ഭാഗത്ത് സൂചിപ്പിക്കുന്നത് ഒരിക്കലും ജീവസുറ്റ ഒരു പേര് കൊണ്ടല്ല, ജീവനില്ലാത്ത മരണത്തിന്റെ പേര് കൊണ്ടാണ്. അതാ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചതിന് ശേഷം അവിടെ ഭക്ഷ്യയോഗ്യമായ ഒരു പുൽനാമ്പ് പോലും മുളച്ചു പൊങ്ങിയിട്ടില്ല. ഇത് അല്ലാഹുവിന്റെ അദാബിന്റെ പ്രത്യേകതയാണ്, റബ്ബിന്റെ ശിക്ഷയുടെ പ്രത്യേകതയാണ്. അല്ലാഹുവിന്റെ അദാബ് ഒന്നാമത്തെ തരത്തിലുള്ള അദാബ് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് അങ്ങോട്ട് ആ ജനപദത്തിനൊരു ഉദ്ധാനം സാധ്യമല്ല, എന്നേക്കുമായുള്ള പതനമാണ്.